എല്ലാവർക്കും നമസ്കാരം. വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം. നാളെ 2025 ആഗസ്റ്റ് മാസം 16 കർക്കിടക മാസം 31 ശനിയാഴ്ച. നാളെ കാർത്തിക നക്ഷത്രം, അഷ്ടമി തിഥി. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടക്കൂറിലും ഇടവക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് കാർത്തിക. ആദിത്യനാണ് ദശാനാഥൻ, ഗണം അസുരഗണം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യരത്നമായിട്ട് ധരിക്കാവുന്നത് മാണിക്യം, പവിഴം, വജ്രം ഇവയാണ്. കാർത്തിക നക്ഷത്രക്കാരെ മേടക്കൂറുകാർക്ക് 7.5 ശനിയുടെയും വ്യാഴം 3 സഞ്ചരിക്കുന്ന സമയവും, ഇടവക്കൂറുകാർക്ക് വ്യാഴമാറ്റവും ശനിയുടെ മാറ്റവും അനുകൂലമായ സമയമാണിപ്പോൾ. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച ശുഭാശുഭ ഫലങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ അവരുടെ ദശാനാഥനായ ആദിത്യന്റെ സ്വഭാവവിശേഷങ്ങളായിരിക്കും അവർക്ക്. ആരെയും വകവെക്കാത്ത ഒരു സ്വഭാവവിശേഷണം ഇവരിൽ കാണും. തൻ്റെതായ കാര്യത്തിൽ ആരും കയറി ഇടപെടുന്നതും അഭിപ്രായം പറയുന്നതും ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്നവരില്ല. ആരും ആജ്ഞാപിക്കുന്നതും ഇവരെ സംബന്ധിച്ച് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും തന്നെ കൊണ്ട് പറ്റും എന്ന ഒരു ആത്മവിശ്വാസവും സ്വതവേ ഒരു ചെറിയ അഹങ്കാരവും ഇവരിൽ കാണാൻ പറ്റും. സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയും ഇവരുണ്ടാക്കുമെങ്കിൽ തന്നെയും ഇവരുടെ പ്രവൃത്തി തന്നെ ആ പേരുകൾക്കൊക്കെ കളങ്കത്തിന്റെ നൽകും. പൊതുവെ എല്ലാവരിലും പെട്ടെന്ന് വശ്യത ഉണ്ടാക്കാവുന്ന ഒരു കഴിവും സംസാര ശൈലിയും ഇവർക്കൊരു പ്രത്യേകതയായിരിക്കും. എന്നാൽ തന്നെയും ജീവിത നിലവാരം ഗുണദോഷ മിശ്രിതമായിരിക്കും. ദശാകാലഘട്ടം ശരാശരി 3 വയസ്സ് വരെ ആദ്യത്തെ ദശ, 13 വയസ്സ് വരെ ചന്ദ്രൻ, 20 വയസ്സ് വരെ ചൊവ്വ, 38 വയസ്സ് വരെ രാഹു, 54 വയസ്സ് വരെ വ്യാഴം, ശേഷം 19 വർഷക്കാലം ശനി, 17 വർഷക്കാലം ബുധൻ. ഇങ്ങനെയാണ് സാമാന്യമായ ദശ വിവര കണക്കുകൾക്ക് വരുന്നത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യത്തെ കാൽഭാഗം മേടക്കൂറിലും പിന്നീടുള്ള മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമായിട്ടാണ് അവരുടെ ജനനം. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ 3 മാറ്റവും ശനിയുടെ 12 മാറ്റവും രാഹുവിന്റെ 11 മാറ്റവും മുൻ വർഷത്തെ അപേക്ഷിച്ച് പലവിധ ക്ലേശങ്ങൾക്കും ഇട നൽകും. അപ്രതീക്ഷിതമായ ധനനഷ്ടം, മാനഹാനി, തൊഴിൽ നഷ്ടം ഇവയ്ക്ക് ഇട നൽകാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ 2 ഭാവത്തിലേക്കുള്ള മാറ്റവും കണ്ടകശനി മാറി ശനിയുടെ 11 ഭാവത്തിലേക്കുള്ള മാറ്റവും അപ്രതീക്ഷിതമായ മാർഗത്തിലൂടെ ധനം ആഗമനത്തിനും തൊഴിൽ ആരംഭത്തിനും ഇട നൽകുന്ന ഒരു സമയമാണ്. പ്രധാന തൊഴിൽ വിവാഹാദി കാലം രാഹുദശ കയറി വരുന്നതിനാൽ വിവാഹ ജീവിതം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കും. ആ സമയത്തൊക്കെ പലവിധ ധനനഷ്ടങ്ങൾക്കും ഇട നൽകും. 20 വയസ്സിന് ശേഷമുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവിടെ ജീവിതത്തിന്റെ പ്രധാന കാലഘട്ടം രാഹുദശ കയറി വരുന്നതിനാൽ വിവാഹാദി ക്ലേശങ്ങൾ മാറുന്നതിനും തൊഴിൽ ധന നഷ്ടങ്ങൾ മാറി അഭിവൃദ്ധി വരുന്നതിനും വേണ്ടിയിട്ട് സർപ്പസ്ഥാനത്ത് നൂറുംപാലം നടത്തുന്നതും ആയിരം നാളിൽ സർപ്പപൂജ നടത്തുന്നതും ഏറെ ഫലത്തെ നൽകും. നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് പലവിധ ക്ലേശഫലങ്ങൾക്കും ഇട നൽകുന്നതാണ്. ശനിയാഴ്ചയും അഷ്ടമി തിഥിയും കൂടി ആയതിനാൽ പലവിധത്തിലുള്ള അനർത്ഥങ്ങളും അപവാദങ്ങളും ധനനഷ്ടങ്ങൾക്കും ഇട നൽകും. ആയതിനാൽ നാളെ ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ. വാഹന അപകടത്തിനും സാധ്യത നൽകുന്നു. കാർത്തിക നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും നാളത്തെ ദിവസം എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും ഏറെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് പിന്നീട് വരുന്ന ദോഷഫലങ്ങളെ നീക്കി ശുഭഫലത്തെ നൽകാൻ ഉപകരിക്കും. നാളെ കുടുംബസ്ഥാനത്ത് നിന്നോ സ്വദേശത്ത് നിന്നോ മാറി നിൽക്കാനുള്ള തീരുമാനം വരെ എടുക്കാനുള്ള സാഹചര്യത്തെ ഉണ്ടാകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ കാർത്തിക നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവർ സമീപ അയ്യപ്പ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുന്നത് നാളത്തെ ദിവസത്തെ ദോഷങ്ങൾ നീങ്ങാനായിട്ട് ഉപകരിക്കും. നാളെ എല്ലാ കാർത്തിക നക്ഷത്രക്കാരും അയ്യപ്പ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ദർശിക്കുന്നതും ദോഷങ്ങൾ നീങ്ങി ശുഭഫലത്തെ നൽകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളെ വിശേഷമായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം, നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി ആദിത്യ ഭഗവാനെ ആദിത്യ ശാന്തി മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും അവരുടെ ദോഷഫലങ്ങൾ നീങ്ങാനായിട്ട് ഏറെ ഉപകരിക്കും. നാളത്തെ ദിവസം കാർത്തിക നക്ഷത്രക്കാർ വഴിപാടുകൾക്കും പരിഹാരങ്ങൾക്കും ഉപരിയായി എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുന്നത് അവരുടെ ദോഷശാന്തിക്ക് ഏറ്റവും ഉത്തമമായതിനാൽ അപ്രകാരം അനുഷ്ഠിക്കുക. ശനി ദോഷശാന്തിക്കുള്ള ക്രിയകളും ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ക്രിയകൾ ചെയ്യുന്നതും അവർക്ക് വരുന്ന ദോഷങ്ങൾ മാറി ശുഭഫലത്തെ നൽകുന്നതാണ്. ആയതിനു വേണ്ടി നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി ആദിത്യ ഹൃദയമന്ത്രത്തെ അർച്ചന നടത്തുന്നതും നാളെ വിശേഷമാണ്. എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.